ഹലോ ഗായ്സ്, നമ്മുടെ ഫസ്റ്റ് യൂട്യൂബ് വ്ളോഗ്. അപ്പം വ്ളോഗ് ചെയ്തൊരു എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പം ഞാനിപ്പോൾ ഒരു 10 ദിവസത്തേക്ക് നാട്ടിലെത്തിയൊക്കെയാണ്. കാര്യം കല്യാണം വരാറായി. അപ്പോൾ വീട്ടിൽ കുറേ പെയിൻറ്റടിയും കാര്യങ്ങളൊക്കെ പണി നടക്കുകയാണ്. അപ്പം വീട്ടിലേക്ക് എത്തി നമ്മുടെ കുറച്ച് കലാപരിപാടികൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് മെയിനായിട്ട് വണ്ടി വാഷ് ചെയ്യാനുള്ള കാര്യമാണ്. അപ്പോൾ വണ്ടിയുടെ കോലം ഞാൻ ഒന്ന് കാണിച്ചു തരാം. മൊത്തത്തിൽ പൊടിയും കാര്യങ്ങളും നോക്കിയേ. എറണാകുളത്തെ എല്ലാ പൊടിയും ഇവിടെ ഉണ്ട്, കൊച്ചിയിലെ പൊടി മൊത്തം. അപ്പോൾ ഇതാണ് എൻ്റെ വീട് വരുന്നത്. അപ്പം നമ്മുടെ കല്യാണ സംബന്ധമായിട്ടുള്ള പെയിൻ്റടിയും വർക്കും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ഇവിടെ. വണ്ടിയുടെ കോലം കണ്ടില്ലേ? ഇത് കഴുകുന്നത് തന്നെ ഒരു മെനക്കെട്ട പണിയാണ്, ഒറ്റയ്ക്ക് കഴുകുവാണെങ്കിൽ. കാര്യം ഇത്രയും വൈഡ് ബോഡിയല്ലേ, നമുക്കിത് ചെയ്ത് വരുമ്പോൾ തന്നെ ഒരു ഊപ്പാട് വരും. പിന്നെ സഹായത്തിനായിട്ട് നമ്മുടെ ബ്രോ ഉള്ളത് കൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് വണ്ടി എന്നിട്ട് തിരിച്ചിടാം. അപ്പോൾ നമുക്ക് വണ്ടിയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകാം. എങ്ങനെ അടിച്ചു കൊടുക്കാം. അയ്യോ, ചെളി ഇറങ്ങണം നമുക്ക്. ഇവിടെ നിന്ന് തട്ടിയിട്ടുണ്ടല്ലേ? ആരോ തട്ടിയതാ ബാസ്റ്റഡ്. പുക കൊടുക്കാം, പുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫുൾ വാഷിങ്ങും കാര്യങ്ങളെല്ലാം തീർന്നിട്ടുണ്ട്. ഇനി അതൊന്ന് തുടച്ച് വൃത്തിയാക്കണം. അപ്പോൾ ഇനി നമുക്ക് നേരെ ബാക്ക് സൈഡിലേക്ക് പോകാം. ഇവിടെ നമുക്ക് ഒരു അത്യാവശ്യം നല്ലൊരു തീർക്കേണ്ടതായിട്ടുള്ള പണി തന്നെ പെൻഡിങ് കിടപ്പുണ്ട് നമുക്ക്. പിന്നെ അതുമാത്രമല്ല, നമുക്കിവിടെ ഒരു 2-2.5 വർഷമായിട്ട് ഞങ്ങൾ തീറ്റി പോറ്റുന്ന 2 മുതലക്കുട്ടന്മാരെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കൃഷി. ഇതിന് എൻ്റെ കൃഷിയല്ല, അമ്മയുടെ കൃഷിയാണ്. റോസാപ്പൂ, കുറേ സാധനങ്ങളും കുറേ ചെടികളും ഇഷ്ടംപോലെ നിറച്ച് വെച്ചിരിക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ ഇതൊന്നും ഞാൻ ചെയ്തതല്ല, ഇതൊക്കെ അമ്മയുടെ ഡിസൈൻസാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് ഏരിയ വരുന്ന വീടിൻ്റെ. അപ്പോൾ ഇവിടെ നമുക്ക് 2 മുതലക്കുട്ടന്മാരുണ്ട്, അത് കാണിച്ചു തരാം. ഇവിടെ ചെടികൾ വിശാലമായി കിടക്കുകയാണ് മൊത്തവും. അപ്പോൾ ഇതിലാണ് നമ്മുടെ 2-2.5 വർഷമായിട്ട് ഞങ്ങൾ വളർത്തുന്ന മുതലക്കുട്ടന്മാർ കിടക്കുന്ന സ്ഥലം. അപ്പോൾ അതൊന്ന് കാണിച്ചു കൊടുത്തരാ. ഇപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല, അറിയാം. കാര്യം വെള്ളം അതേപോലെ മോശമായി കിടക്കുകയാണ്. നമ്മളതിപ്പോൾ ഫുള്ള് വൃത്തിയാക്കുന്ന ഒരു കാര്യം നമ്മൾ കാണിക്കും. അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് അവന്മാരെ കാണാൻ പറ്റും. വെള്ളം മൊത്തം ഡ്രെയിൻ ചെയ്യാം നമുക്ക് ആദ്യമേ. ഇതിൻ്റെ ഡ്രെയിനിങ് കാര്യത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ ഒരുപാട് നാളായെന്ന് തോന്നുന്നു നമ്മൾ വൃത്തിയാക്കിയിട്ട്. ഞാൻ പോയതിന് ശേഷം ഇതുവരെ വെള്ളം മാറിയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് നമുക്കതൊന്ന് ക്ലീൻ ചെയ്യാൻ തുറക്കട്ടെ. ഓക്കെ, അതൊക്കെ നോക്ക്. അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു ടാങ്കിൻ്റെ അവസ്ഥ. ഇനി അത് നല്ല രീതിക്ക് അതൊന്ന് ഡ്രെയിൻ ആവുന്ന സമയം വരെ നമ്മളത് വെയിറ്റ് ചെയ്യണം, അതിൻ്റെ കാര്യങ്ങൾ നോക്കണം. ഇനി അത് അകത്തിറങ്ങി ഫുള്ള് നമ്മൾ ക്ലീൻ ചെയ്യണം മൊത്തത്തിൽ. യെസ്, അപ്പോൾ ഇനി ആ വെള്ളം ഫുള്ള് ക്ലീൻ ചെയ്യുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ലാസ്റ്റ്ലി ഒരു കഴിഞ്ഞ ആഴ്ചയോളം ഹോൾഡ് ചെയ്യുന്ന ട്രേഡാണിത്. $21 ലോസിലാണ് ഈ ട്രേഡ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പിൽ. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഞാൻ ലിങ്ക് ബയോയിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കിതാ ഈ വല മൊത്തത്തിൽ എടുത്ത് മാറ്റണം. അവന്മാരെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്, കാണിച്ചു കൊടുത്തേതാ കിടക്കുന്നുണ്ട്. ഇനി ഇതിനകത്ത് മെയിൻ പാർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഇറങ്ങുന്നതാണ് ഏറ്റവും വലിയ കോമഡി. ഇപ്പോഴേ എന്തായാലും ഇറങ്ങുന്നില്ല. ഇച്ചിരി കൂടെ കഴിഞ്ഞ് വെള്ളം കുറച്ചുകൂടെ താന്നിട്ട് ഇറങ്ങാം. ഇല്ലെങ്കിൽ അവന്മാർ നല്ല പട അടിച്ച് തരും, കാലുമൊക്കെ വലിച്ച് കീറും. കുറച്ചുകൂടെ വെള്ളം പോകുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഇറങ്ങിയിട്ട് ചെക്ക് ചെയ്യാം. യെസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, അറിയാൻ വയ്യ. ഇതാണ് നമ്മുടെ വലിയവൻ. അതിൻ്റെ തൊട്ട് പിന്നാലെ ചെറിയവനും ഉണ്ട്. കൊണ്ടാ വലിയവൻ നല്ല കളറായിട്ടുണ്ട്. ഇപ്പം ഇച്ചിരി കൂടെ ഒന്ന് താന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇറങ്ങാം. പോകുന്നു അതല്ലേ, സൈസ് ഉണ്ടാവും വേണ്ട. അയ്യോ, നല്ല ഉഷാറായിട്ടുണ്ട് പിള്ളേർ. ഞാൻ തീറ്റിപ്പോറ്റുന്ന 2 മുതലക്കുട്ടന്മാർ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിലേക്ക് ഇറങ്ങാം.
നല്ല വലുതായി 2 മക്കൾ. ആഹാ, കടി കിട്ടിയാൽ ഇന്നത്തെ കാര്യം ഉഷാറാവും. 2 പേരുടെ ഫുൾ സെഗ്മെന്റ്. അടി അടി അടി. അപ്പോൾ നമുക്ക് ഒരാളെ ഒന്ന് പിടിച്ച് സൈസ് നോക്കാം, അവ എത്രത്തോളം ഉണ്ടെന്ന്. കിട്ടത്തില്ല അവരെ, ചിലപ്പോൾ അവർ കടിക്കും. ഇവൻ പിന്നെയും കുഴപ്പമില്ല, ഈ ചെറിയവൻ. വലിയവനെ നമുക്ക് ഒരിക്കലും പിടിക്കാൻ പറ്റില്ല, അവൻ അടിച്ചു മറിയും. ഇവൻ പിന്നെയും കുഴപ്പമില്ലാതെ. ഓക്കെ, അപ്പോൾ നമുക്കിത് തേച്ച് വൃത്തിയാക്കാം. എടാ മോനെ, നീ ഇങ്ങോട്ട് പാടാ മോനെ, പോ. കടിക്കരുത്, നോനോ. അപ്പോൾ നമ്മുടെ ടാങ്കിൻ്റെ ഫുൾ പണിയും കഴിഞ്ഞിട്ടുണ്ട്, കംപ്ലീറ്റ്ലി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവന്മാർ അതിലേക്ക് ഒരു 2 ദിവസത്തേക്ക് എന്തായാലും നല്ലൊരു പേടിയായിരിക്കും. കാര്യം ഫുഡ് എടുക്കില്ല. നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം അവർ സ്ട്രെസ് ആവുമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അലിഗേറ്ററിൻ്റെയും നമ്മളെ വീട്ടിൻ്റെയും ചെറിയൊരു ടൂറും ചെറിയ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും. അപ്പം ഇതേപോലത്തെ ഇനിയും നല്ല നല്ല വീഡിയോസുകളായിട്ട് നമുക്ക് ഇനിയും കാണാം. ഓക്കെ, ടിൽ ദെൻ ബൈ.